ഹരിതാഭമായ വയനാടിൻ്റെ ഗ്രാമഭംഗി തേടിക്കൊണ്ടുള്ള ഇന്നത്തെ യാത്ര പെരിക്കല്ലൂർ ഗ്രാമത്തിലേക്കാണ്. കർണാടകയിലെ അതിർത്തി ഗ്രാമമായ ബൈരകുപ്പയെയും പെരിക്കല്ലൂരിനെയും വേർതിരിക്കുന്ന കബനി നദിയിലൂടെ ഒരു ചെറിയൊരു തോണി യാത്രയും. അതൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ പ്ലാൻ. പെരിക്കല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം കാർ നിർത്തിയ ശേഷം ഈ കാണുന്ന പച്ച വിരിച്ച നെൽപ്പാടത്തിന് സമീപത്തുകൂടി വേണം പെരിക്കല്ലൂർ കടവിലേക്കെത്താൻ. അങ്ങകലെ തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായ പാടം. കണിയാമ്പറ്റന്ന് യാത്ര ചെയ്ത് പനമരം വഴി, നടവയൽ, നെല്ലിയമ്പം വഴി, മുള്ളൻകൊല്ലി വഴിയൊക്കെയാണ് ഇവിടെ എത്തിയത്. ഇതിൻ്റെ അക്കരെ പോകാൻ നമുക്ക് നിലവിൽ കടത്ത് തോണികളുണ്ട്. ഇത് കുറച്ച് അപ്പുറത്താണ്, കടവിലേക്ക് പിന്നെ പോകണം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കരെ കർണാടക ഗ്രാമമായ ബാരക്കുപ്പയിലേക്ക് എത്തും. തിരിച്ചും അതുപോലെ നമുക്ക് ആ തോണി തന്നെ പോരാൻ പറ്റും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. ഒരു പ്രത്യേകതയുള്ള ഗ്രാമം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ, ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഒരു ഇല്ലിക്കാടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകണം. അല്പം 200 മീറ്റർ നടന്നു പോകാനുണ്ട്. ഈ റോഡിലൂടെ കാറുകൾക്ക് വേണമെങ്കിൽ കയറിപ്പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, കാറോട് നിർത്തി, പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ ഇതുവഴി നടന്നു പോവാണ്, കടവിലേക്ക് പോവാണ്. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് കണ്ടു. ഒരു കണ്ടെയ്നർ ടൈപ്പ് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതൊരു അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായത്. കർണാടകയിൽ നിന്നും മദ്യം വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ടെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. സുരക്ഷയെ തടയാൻ കൂടിയായിരിക്കണം ഈ പോലീസ് ചെക്ക് പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കടവിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു ലോഡ്ജ് സൗകര്യം കാണുന്നുണ്ട്. താമസ സൗകര്യം നല്ലൊരു ലോഡ്ജായിട്ട് തോന്നുന്നുണ്ട്. റിവർ ട്രീറ്റ് ഹോളിഡേയ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് കടവ്. കുറച്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങണം. തോണിയും അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കടവിൽ നിന്നും ആ കാണുന്ന ബൈരക്കുപ്പയിലെ കടവിലേക്ക് 5 മിനിറ്റിൽ താഴെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ. നല്ല രസമാണ് ആ യാത്ര. തോണി എന്നതൊക്കെ പഴയ കാലത്തൊരു കടത്ത് സമ്പ്രദായമാണല്ലോ. ആ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് ഇവിടെ കാണണം. പണ്ടൊക്കെ തോണിയിലൊക്കെ യാത്ര ചെയ്ത് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് തോണിയിൽ യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് എത്തി. തോണി ഇറങ്ങിയ ശേഷം ഒരു 50 മീറ്റർ നടന്നാൽ മെയിൻ റോഡിലെത്തും. ആ പോകുന്ന വഴിയിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്. മീൻ കടയുണ്ട്, ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ വിൽക്കുന്ന കടയുണ്ട്, ചായക്കടയുണ്ട്, പലചരക്ക് കടയുണ്ട്, ചെറിയ 1-2 ഹോട്ടലുകളുണ്ട്. അതിനോടൊക്കെ മുന്നിലൂടെയാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുന്നത്. ഇതൊരു മീൻ കടയാണ്. ഇന്നിവിടെ വൈകുന്നേരം ആയതുകൊണ്ട് ഷോപ്പിൽ മീനൊന്നും കാണുന്നില്ല. രാവിലെയൊക്കെ ധാരാളം മീൻ കാണുമായിരിക്കും. മറ്റ് ചെറിയ കടയിൽ കുറച്ച് മീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ മെയിൻ റോഡ്. പഴയ മാനന്തവാടി മൈസൂർ റോഡ് ആണെന്നാണ് പറയുന്നത്. ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്, ഭയങ്കര ദാഹം. അപ്പോൾ കർണാടകയിൽ കയറിയിട്ടൊരു ചായ കുടിക്കും. ഒരു ചായക്കടൻ്റെ ഇവിടെ സെൻസ് ബേക്കറി ടെൻപൂൾ. ആ റോഡ് എങ്ങനെ പോകണേ? മരക്കടവ്. അവിടെ ഇതുപോലെ കടവുണ്ടോ? മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയിലെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത ഭാഗമാണ് അത്ര ഈ ഹോട്ടലൊക്കെ.
ഈ ഭാഗത്താണ് എൻ്റെ പല രംഗങ്ങളും ഷൂട്ട് ചെയ്തെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. ബാർക്കുപ്പയിലെ സലീംക്കയാണ് ഇത്. ആ സ്ഥലത്തിൻ്റെ ഒരു പെരിക്കല്ലൂരല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ബാർക്കുപ്പ, ഇത് ബേരിക്കുപ്പ. ആ ശരി. പിന്നെ ഇവിടുന്ന് കുട്ടികളൊക്കെ അപ്പുറം പഠിക്കാൻ പോകുന്നുണ്ടല്ലേ? പെരിക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇങ്ങനെ മലയാളീസാണ് ഈ ഭാഗത്തൊക്കെ കാര്യമായിട്ട് കുറേ ഉണ്ട് ഇവിടെ. അതെ. ആ ശരി. ഈ റോഡ് പെണ്ണുങ്ങന്മാരെല്ലാം മൊത്തം കല്യാണം കഴിച്ചിട്ട് മലയാളികളെയാണ്. ആ ശരി. ഇവിടെയുള്ള ആൾക്കാർ മലയാളികളാണ് കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്, പെരിക്കലിൽ പഠിക്കാൻ പോണത്. ആ ഈ റോഡ് എങ്ങനെ ഇങ്ങോട്ടാ പോണത്? മൈസൂരിലേക്ക്. ഓ മാനന്തവാടി മൈസൂർ റോഡ്. പഴയത്. ഓ അത് ശരി. മേലെ ഹൈവേ ഉണ്ട്. ഇതിലിങ്ങനെ പോയിട്ട് കണക്ട് ചെയ്ത് ഹൈവേയിലേക്ക് പോകും. പഴയ റോഡ് ഇപ്പോൾ ഡാം വന്നപ്പോൾ ഇതായിപ്പോയി. ഓ അങ്ങനെ. ക്രോസ് ചെയ്തിട്ട് മേലെ കൂടെ പോയി. ആ മീൻ ഇവിടുന്ന് പിടിക്കണമല്ലേ ഇത്? ഈ പുഴയിൽ തന്നെ. ആ ശരി ശരി. ഓക്കെ. ഞാനൊരു മീൻ വാങ്ങിയിട്ടുണ്ട്, ഒരു കട്ട്ല. ഇത് 3,300 അതിൻ്റെ പകുതിയാണ് നമുക്ക് ആവശ്യം, അത് പറഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്യാൻ പുഴമീൻ ഒരു വീക്ക്നെസ്സാണ്, അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ നല്ല ഫ്രഷ് മീൻ, ഇപ്പോൾ വന്ന മീനാണ്. അപ്പോൾ അതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. പകുതി മതി പറഞ്ഞപ്പോൾ പകുതി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം ബൈരക്കുപ്പയിൽ ചിലവഴിച്ച ശേഷം ഒരു ചായ കുടിച്ച് ഞങ്ങൾ മടങ്ങി തിരിച്ച് കേരളത്തിൽ. ഇതിലെ കർണാടക അവിടെയാണ്. അപ്പോൾ കുറേ കുട്ടികൾ അപ്പുറത്ത് പഠിക്കുന്നുണ്ടോ? ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കടവ് മാത്രമേ ഇങ്ങോട്ട് വരാം? ശരി. വെള്ളം പൊങ്ങിയ കടത്ത് നിർത്തും, പൂട്ടിയിടും. ആ ശരി. ആ ആ. ഇതിപ്പോൾ ഈ തോണി സർവീസ് എന്തിൻ്റെ കെയറോഫിലാണ്? അത് ശരി. അല്ല അങ്ങനെ ഗവൺമെൻറ് അങ്ങനെയൊന്നുമല്ല, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ? ആ ശരി. മടങ്ങി വന്ന് കടവിൽ തോണി ഇറങ്ങിയപ്പോൾ കണ്ട മറ്റൊരു സ്ഥലമാണത്. ഒരു ഇല്ലിക്കാടിൻ്റെ ഉള്ളിലൂടെ ഒരു വഴി പോലെ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ ഒന്ന് മെല്ലെ നടന്നു നോക്കുമ്പോഴാണ് അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടിയിട്ടുണ്ട്, ചൂണ്ടിട്ട് മീൻ പിടിക്കുകയാണ്. ഞാൻ ചെന്നത് കറക്റ്റ് സമയത്താണ്. ഒരു സിലോപ്പിയ, വലിയൊരു സിലോപ്പി മീൻ അവർക്ക് കിട്ടിയതായിട്ട് കണ്ടു. ഈ നദിയിൽ നിന്നും ധാരാളം മീൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. കുറേ പേരോടെ മീൻ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അതിർത്തി ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം വൈകിട്ട് 6 മണിയോടുകൂടി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. അടുത്ത ഗ്രാമക്കാഴ്ചകളുമായി വീണ്ടും കാണാം.